ഇന്നൊരു സേവനമാരാട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാത്തിൻ്റെയും എടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് വിട്ടു കേട്ടോ. കുറച്ച് നേരം ബഹളവും കാര്യങ്ങളൊക്കെ കേൾക്കാണ്ടായപ്പോൾ പുറത്ത് പോയി നോക്കിയപ്പോൾ മേട്ട് അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ശങ്കരൻ അവൻ്റെ പരിസരത്തില്ല എന്നുള്ളത്. കാണാണ്ടായപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ മണ്ണിൻ്റെ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട് രണ്ടെണ്ണം കേട്ടോ. എന്തായാലും ഒരു ഒന്നൊന്നര കുളിപ്പിക്കണം എന്ന് മനസ്സിലായതുകൊണ്ട് അവരവരെ പാടിന് വിട്ട ശേഷം വീണ്ടും ഞാൻ ക്ലീനിങ്ങിലേക്ക് കടന്നു കേട്ടോ. ഒരു ഒന്നൊന്നര ക്ലീനിങ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. നിങ്ങളൊരു പെറ്റ് പാരൻ്റ് ആണെന്നെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ ആഘാതം എത്രത്തോളം അത് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. ഇടയ്ക്ക് ശങ്കരൻ ഓടി വന്നെങ്കിൽ വേഗം അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ആളങ്ങോട്ട് പോയിട്ടോ. ഇടയ്ക്കൊന്ന് പോയി നോക്കിയപ്പോൾ ചകിരി തെളിക്കുന്ന പരിപാടിയില്ല നമ്മളെ ശങ്കരി. നേരെ അവരെ കൂടിൻ്റെ പോട്ടി അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മൾ അഡൾട്ട്സിൻ്റെ അണ്ടർ പാഡ്സ് ആണ്. അതാണ് ഞാൻ ഇവരുടെ പോട്ടിയിൽ വിരിക്കാറുള്ളത് കേട്ടോ. ഇത് വിരിക്കുകയാണെങ്കിൽ നല്ല സുഖം. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ വെള്ളമൊക്കെ ഒബ്സർവ് ആയി പോകും കേട്ടോ. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇടയ്ക്ക് ഫ്രണ്ടിലൂടെ ഒരാൾ വരുന്നുണ്ട്, അങ്ങോട്ട് പോടാന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളങ്ങോട്ട് ഓടി കേട്ടോ. പിന്നെയും കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ട്. സാധാരണ അങ്ങനെ പോകാമെന്ന് പറയാനില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു നിന്ന് കേട്ടോ. ആദ്യം തന്നെ ശങ്കരിനെയാണ് കുളിപ്പിച്ചത്, പിന്നെയാണ് ശങ്കരനെ കുളിപ്പിച്ചത്. ശങ്കരനെ കുളിപ്പിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. ശങ്കരി കുളിപ്പിക്കാൻ സുഖമായിട്ട് അങ്ങോട്ട് നിന്ന് കേട്ടോ. അതുകൊണ്ട് കുറച്ച് അധിക സമയം ഞാൻ അവളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശങ്കരനെ ഞാനല്ല കുളിപ്പിച്ചത്, അതുകൊണ്ടാണ് അവൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞൂസിനൊന്നും ഞാൻ കുളിപ്പിച്ചില്ല, കാരണം അവൾ പക്ക നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞ ശേഷം കുഞ്ഞൂസിൻ്റെ അടുത്ത് തന്നെയാണ് രണ്ടാളും ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇടയ്ക്ക് ഞാൻ വന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവരെ പാട് നോക്കി കൂട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും പരിപാടി അവർ ആ കൂട്ടിൽ ഒപ്പിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ആ കൂട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പം അധികം ഞാൻ ഇട്ട് കൊടുക്കുന്ന സാധനം തേങ്ങയാണ് കേട്ടോ. തേങ്ങ പൊളിച്ചങ്ങോട്ട് തരികയാണെങ്കിൽ തരട്ടെ എന്ന് വിചാരിക്കും. എന്നെ കാണുമ്പോൾ പ്രത്യേക ഒരു പുന്നായ്മയാണ് നമ്മളെ ശങ്കരിക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ശങ്കര് ചാടുന്ന പോലെ ശങ്കരൻ ചാടുന്നത് കുഞ്ഞൂസിന് തീരെ ഇഷ്ടപ്പെടില്ല. അപ്പം തന്നെ കുഞ്ഞൂസ് ശങ്കരനല്ല ശങ്കരൻ അങ്ങോട്ട് വഴക്ക് പറയാൻ തുടങ്ങും. എനിക്കറിയില്ല എന്തിനാണ് അവൻ ശങ്കരനോട് ഇത്രയും ദേഷ്യം. എനിക്ക് തോന്നുന്നത് ശങ്കരിനെ വികൃതി കാണിച്ചിട്ടും അതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതനുസരിക്കാഞ്ഞിട്ടുമാണ് നമ്മളെ കുഞ്ഞൂസ് അവനെ വഴക്ക് പറയുന്നതെന്നാണ്. എന്തായാലും നോക്കാം, അവനങ്ങ് വലുതാവുമ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറിക്കോളും. ആദ്യം തന്നെ ശങ്കരിനായിട്ട് ഞാൻ കൂടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കൊടുത്തിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ശങ്കരന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവൻ്റെ പാടും നോക്കി കൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് നേരം അവൻ നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് നിന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ നേരെ മേട്ടിന് ചെയ്യാനുള്ള ചീർപ്പൊക്കെ കൊണ്ടു കൊടുത്തു. മേട്ടു നല്ല സുഖമായിട്ട് നിന്നൊക്കെ തരുന്നുട്ടോ. നല്ല കുട്ടിയാണ്. മേട്ടു എത്ര കുളിപ്പിച്ച് വൃത്തിയാക്കിയാലും ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ആൾ മേലെ ആകെ അങ്ങോട്ട് ചളിയാവും കേട്ടോ. പിന്നെയും ഞാൻ വീണ്ടും വന്ന് ശങ്കരനെ വന്ന് നോക്കുന്നുണ്ട്. ആളെ പരിപാടിയില്ല, വേറെ ഒന്നല്ല, തേങ്ങ പൊളിക്കുകയാണ് കേട്ടോ. തേങ്ങ പൊളിച്ചൊരു തേങ്ങ കിട്ടുകയാണെങ്കിൽ ആ തേങ്ങ വെച്ചൊരു കറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒന്നും നോക്കിയില്ല, പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഒഴിഞ്ഞിരുന്നതിന് ശേഷം നേരെ ശങ്കരനെയും കൂടി അങ്ങോട്ട് കൂട്ടിലെടുത്തിട്ടു കേട്ടോ. പിന്നെ നേരെ ഞാനൊന്ന് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. വീട്ടിലേക്ക് ഇറങ്ങാമെന്ന് മനസ്സിലായതിന് ശേഷം ഇരിക്കുന്നിടത്ത് നമ്മുടെ മേട്ടിരുന്നങ്ങ് നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവളുടെ കറക്കം മുഴുവൻ ഞങ്ങളെ കൂട്ടാണ്ടാണ്, ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു നോട്ടോ കേട്ടോ. എന്തായാലും അതിനൊക്കെ വൈകാതെ തന്നെ പരിഹാരമൊക്കെ കാണണം.